ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു അയിലക്കറിയുടെ റെസിപ്പിയാണ്. മാങ്ങ ഇട്ടിട്ടുള്ള ഒരു അയിലക്കറിയുടെ റെസിപ്പി. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഒരു അരമുറി തേങ്ങ ചിരകിയതും, ഓരോ നാട്ടിൽ ഓരോ രീതിയിലായിരിക്കും ഈ കറി ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ മലപ്പുറത്ത് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. അരമുറി തേങ്ങയാണ് ഇവിടെ ഞാൻ ഈ കറിക്കായിട്ട് എടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഈ അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകവും 1 ടേബിൾ സ്പൂൺ അയിലക്കറി ആയത് കാരണം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്രയും ചേർത്ത് കൊടുത്ത് ഇത് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇവിടെ ഞാൻ ഒരു ചെറിയ ഉരുള പുളിയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങ പുളിയുള്ള മാങ്ങയാണെങ്കിൽ ചേർക്കണമെന്നില്ല, അല്ലെങ്കിൽ കുറച്ച് പുളി ചേർത്ത് കൊടുത്താലും മതി. ഇനി ആ പുളി പിഴിഞ്ഞ വെള്ളമാണ് ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഈ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ അരച്ചതിലോട്ട് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും ചേർത്ത് കൊടുക്കാം. 1 തക്കാളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ നല്ലോണം അരച്ചത് നല്ലോണം കുറുകിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരിത്തിരി കൂടി വെള്ളം ഒഴിച്ചതൊന്ന് ലൂസാക്കി എടുത്താൽ മതി. മാങ്ങ ഇട്ടത് കാരണം മാങ്ങ വെന്ത് വരുമ്പോൾ ഈ കറി നല്ലോണം കുറുകിയിരിക്കും. അതുകൊണ്ടാണ് ആദ്യം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറഞ്ഞത്. ഇനി ഇതിലോട്ട് ഒരു പിടി കറിവേപ്പിലയും ഇട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ മാങ്ങ വേവുന്നത് വരെ നല്ലോണം ഒന്ന് കറി തിളപ്പിച്ചെടുക്കണം. മാങ്ങ വെന്തതിന് ശേഷം വേണം ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ നല്ലോണം തേങ്ങ വെന്തിട്ടുണ്ട്, മാങ്ങയും വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നല്ലോണം ഈ മീനൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് എങ്ങനെയായാലും മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. മീൻ വെന്തെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ടുള്ള താളിപ്പ് റെഡിയാക്കാം. ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അയിലക്കറി ഇവിടെ റെഡിയായി. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടമായിരിക്കും. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.